ബാർ ലൈസൻസ് പുതുക്കുന്നതിന് നിയമവകുപ്പ് അറിയാതെ നേരിട്ട് നിയമോപദേശം തേടിയ നടപടിയെ ശരിവച്ച് എക്സൈസ് മന്ത്രി കെ ബാബു രംഗത്തെത്തി. പുതിയ നിയമനിർമ്മാണമല്ലാത്തതിനാൽ നിയമമന്ത്രി അറിയേണ്ടതില്ലെന്നായിരുന്നു കെ ബാബുവിന്റെ വിശദീകരണം. അതേസമയം നിയമോപദേശ രേഖകൾ പുറത്തുവിട്ടത് കേരള കോൺഗ്രസ് അല്ലെന്ന വിശദീകരണവുമായി പി.സി. ജോർജ് രംഗത്തെത്തിയപ്പോൾ വ്യക്തമായ വിശദീകരണം നൽകാതെയായിരുന്നു വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബാർ ലൈസൻസിൽ നേരിട്ട് നിയമോപദേശം തേടിയ നടപടിയെ ന്യായീകരിച്ചാണ് എക്സൈസ് മന്ത്രി രംഗത്തെത്തിയത്. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പാലിച്ചായിരുന്നു നിയമോപദേശം തേടിയത്. പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോൾ മാത്രമാണ് നിയമവകുപ്പും നിയമമന്ത്രിയും അറിയേണ്ടത്. തൊട്ടതും പിടിച്ചതുമൊക്കെ നിയമമന്ത്രി അറിയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലെന്നും ബാബു തുറന്നടിച്ചു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അഡ്വക്കേറ്റ് ജനറലോട് ഡയറക്റ്റായിട്ട് അഭിപ്രായങ്ങൾ നിയമോപദേശം തേടാറുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ നിയമപ്രശ്നങ്ങളും എല്ലാ ദിവസവും നിയമവകുപ്പ് മന്ത്രിക്ക് അയച്ച് അങ്ങനെ ഒരു കീഴ്വഴക്കം സാധാരണ പതിവില്ല. എന്നാൽ എക്സൈസ് വകുപ്പ് നേരിട്ട് നിയമോപദേശം തേടിയതിന്റെ രേഖകൾ പുറത്തുവിട്ടത് കേരള കോൺഗ്രസ് അല്ലെന്ന് പി.സി. ജോർജ് പ്രതികരിച്ചു. ഇതിൽ പാർട്ടിക്ക് പങ്കില്ല. മാണിയെ കള്ളനാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ജോർജ് ആരോപിച്ചു. കേരള കോൺഗ്രസിലെ ഞങ്ങൾ MLA-മാർക്ക് ഒരു ബന്ധവുമില്ല. അതേസമയം നിയമോപദേശ വിവാദത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. KM മാണിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പാർട്ടി അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം പറയാമെന്നായിരുന്നു മന്ത്രി P.J. ജോസഫിന്റെ പ്രതികരണം. അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പറയാം. കേസിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. ഇത്തരം കേസുകളിലൊന്നും രാഷ്ട്രീയം കാണരുത്. അതാണ് എനിക്ക് പറയുന്നത്. അത് കേസുകളുടെ ഗൗരവ സ്വഭാവം കുറയ്ക്കാനും അത് അഴിമതിക്കാരെ സഹായിക്കാനുമുള്ള നിലപാടുകളാണ്. മാണിക്കുള്ള പിന്തുണ ആവർത്തിക്കുന്നതായിരുന്നു മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മാണി രാജിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം FIR ഇട്ടു എന്ന് കരുതി പ്രതിയാവുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.